അതിൻ്റെ വണ്ടി നമ്മുടെ വണ്ടി പോയാ സർവീസിനാ? കറക്റ്റ് രീതി പറഞ്ഞു കൊടുത്തു. ഇത്രയും നാളെ ഇതിന് എന്തായിരുന്നു പ്രശ്നം? അതായത് ഇതിനു മുമ്പ് ഇപ്പൊ ഇത് എങ്ങനെ കുത്തണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവും. ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു കൊടുത്താലും പോകുന്നു. ഇപ്പൊ തവണ വേറൊരു ചർക്കിൻ്റെ അടുത്ത് കിട്ടും. അവൻ പറഞ്ഞു ഇങ്ങനെ നല്ല ചെയ്യണ്ട, വേറെ തിരിച്ചു കൊടുക്കും. അറിയുന്നു എങ്ങനെ ഇത്രയും നാളെ നേരെ തിരിച്ചാ? അവര് പറഞ്ഞു ഇവിടെ കുത്തണം, ഞെക്കി പിടിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞെക്കി പിടിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഞെട്ടി പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇയാൾ പറഞ്ഞ് ഞെട്ടി പിടിച്ചിട്ടേ ചെയ്യാൻ പറഞ്ഞു. അത് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇന്ന സ്ഥലത്ത് ചെയ്യണം, ഇവിടെ ചെയ്യരുത്, കുട്ടൻ്റെ വീട്ടിൽ ചെയ്യരുത്. അവിടെയാണല്ലോ ചെയ്യാറ്, അവിടെ അല്ലേ ചെയ്യാറ്? അല്ല ചെയ്യണതിപ്പോൾ അവിടെയാണല്ലോ. അവിടെയായിരുന്നു ചെയ്യുന്നത്. ചെയ്യുന്നില്ല ഈ സൈഡിലൊക്കെ ചെയ്യണം. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കുറച്ച് സ്ഥലമുണ്ട്. മാറ്റി വേണ്ടി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കുത്താണ്ടിരുന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണം. കുത്തുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? തടി പോലെയോ ഇപ്പോൾ അല്ല, അതല്ല, അത് എടുക്കൂലാണ്. ഇൻസുലിൻ നമ്മൾ എടുക്കാം, നമ്മൾ 10 എടുക്കുകയാണെങ്കിൽ അതിന് 5 അടിക്കാൻ അതിൻ്റെ ഫലം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡോസ് കൂട്ടിയിട്ട് അവർ പറയും. ഇപ്പോൾ പ്രോപ്പറായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഡോസ് കൂടുതലാണെങ്കിൽ പണിയാവുമല്ലോ. അതുകൊണ്ട് കുറച്ചിട്ട് നോക്കിയിട്ട് ഒരാഴ്ചയൊന്നും ചെല്ലാൻ പറ്റും. വളരെ ബെസ്റ്റാണ്. ഒരു പണി ചെയ്യാണ്ട് ഞാനിങ്ങനെ തിരക്കോട് വരച്ച് പറഞ്ഞാൽ ഈ കഞ്ഞിക്കറി ഉണ്ടാക്കുന്ന വെച്ച് ബാക്കി മുന്നേ സമയം മറ്റേ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പിള്ളേരെ ഇപ്പോഴും ടീച്ചറായിടാൻ ഞാൻ 5 പിള്ളേർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിരച്ചിലാണ്. അതിനിടയിൽ ആ പിള്ളേരും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കാകെ ഭ്രാന്തായിട്ട് ഇവിടെ വന്നാൽ വഴക്ക്. ഞാനിവിടെ എനിക്ക് പറ്റില്ല. മാനസിക രോഗം തന്നെ എനിക്ക് മറവി, ഭയങ്കര മറവി. എന്നിട്ട് കോപം ചെയ്ത് വെച്ചു. ആ മറപ്പുറം മറക്കണമെന്ന് എനിക്ക് എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതൊന്നും ഞാൻ പറയില്ല, അത്രയും പറഞ്ഞു. അപ്പം ഡോക്ടറെ കാണാൻ പോയി. MRI ഒക്കെ എടുത്തിട്ടല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വരാൻ പോവാന്ന് പറഞ്ഞെങ്കിൽ പേടിച്ചു. ഒന്നും ഓർമ്മയില്ല. ഒരു കാര്യത്തിൻ്റെ പേര് നമ്പർ വരുമല്ലോ, OTP. ആ OTP നമ്പർ ഞാൻ പറഞ്ഞു. എടാ അത് ഞാനിപ്പോൾ കുത്തിയിട്ടേക്കാൻ പറ്റുമോ ഫോൺ? അവിടെ നിന്ന് ഫോണിൽ OTP വന്ന് അതുകൊണ്ട് മറ്റേ കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അത് പറഞ്ഞു. അങ്ങനെ അത് മാത്രമല്ല, എല്ലാം മറന്നു, എല്ലാം മറന്നു. ഞാൻ പഠിച്ച സാധനങ്ങളൊക്കെ മറന്നു. അങ്ങനെ അപ്പോൾ പഠിപ്പിച്ചതൊക്കെ അപ്പം ഭയങ്കര പ്രശ്നമായി. ഡോക്ടറെ ചോദിച്ചു ടെൻഷനുണ്ടോ? അതുകൊണ്ടുണ്ട്. ഉറക്കം ഇല്ലാന്നുണ്ടോ? ഞാനൊന്ന് ഉറങ്ങാൻ കാര്യമുണ്ട്. കുറേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് മാറ്റിയാണ് ഇപ്പം നേരത്തെ കഴിഞ്ഞിട്ട് 2 ഡോക്ടറുണ്ട്. 2 ഡോക്ടർ ഇതുപോലെ കഴിച്ചു. ഒന്ന് ന്യൂറോളജിസ്റ്റ്, ഒന്ന് ന്യൂറോ സർജൻ. 2 അതുകൊണ്ട് അതെ ഗവേഷണമൊന്നും നടക്കാതെ ഈ മരുന്ന് 45 ദിവസം കഴിക്കും. രാത്രി കിടക്കുമ്പോൾ കഴിക്കും. പോത്ത് പോലെ നടന്ന് തുടങ്ങണം കൂലിക. ഗവേഷണം ഒന്നും നടത്തരുതെന്ന് 10 തവണ പറഞ്ഞു. എന്താ വിഷമം എന്ന് 2 പേരും ചെയ്യും. അങ്ങനെ പിള്ളേരെ കാണാത്ത വിഷമമാണ്.
അത് മാത്രമല്ല ഇതൊന്ന് എഴുതാം. നമ്മൾ മറ്റേ എഴുതുമൊക്കെ ചെയ്യായിരുന്നു, എഴുതാൻ സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നം. ഇത് എഴുതാൻ സമയം കിട്ടിയപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ എന്താണ്ട് തട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് പിള്ളക്കാരനൊന്ന് പോയി കാണണം. സാറിൻ്റെ കൊടുത്തി എൻ്റെ ഗൈഡാ. സാറിന് ഒരു സന്തോഷമായിട്ട് ഒരു പണി ഇട്ട് കഴിയുമ്പോൾ സാറിന് ഇതുണ്ട്, പാർക്കിൻസൺ ഡിസീസാണ്. എന്നുവെച്ചാൽ വേറെ ഏത് നേരം വർക്ക് ചെയ്തോ സിറ്റുവേഷണൽ? ആ നടക്കാനും വയ്യപ്പ് ഭയങ്കര പാടാണ്. ഇത് വെള്ളം കുടിക്കുമ്പോഴൊക്കെ കൈ ഉറക്കിയോ? ആ ഏത് നേരം ഇങ്ങനെ വരച്ചോണ്ടി ഭയങ്കര വേറെ ഉണ്ടോ? എഴുന്നേറ്റൊക്കെ നിൽക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വരക്കും. എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ സംസാരിക്കാനും അതൊക്കെ പഴയ സ്റ്റേജ്. ഇപ്പം എഴുന്നേക്കാനൊന്നും വയ്യ, പിടിച്ച് വലിച്ച് എഴുന്നേപ്പിച്ച് നോക്കി നടക്കും. ഭയങ്കര ഇതിന് കാരണം എന്താ? അതൊരു ജനറ്റിക്സ് ആണോ? ജനറ്റിക്കൽ അല്ലെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഈ വീട്ടിൽ തത്തയുണ്ട് കേട്ടോ, ഈ വീട്ടിൽ തത്തയുണ്ട്. ഭയങ്കര എന്താ പറയുക, മനുഷ്യപ്പെട്ട പിള്ളേരെന്ന് പറഞ്ഞാൽ മക്കളെ പോലെയാണ്. ഭയങ്കര സങ്കടകരമായൊരു അവസ്ഥയാണ് സാർ. അപ്പോൾ ഞാൻ വെച്ചു സാറിനൊരു പണി കിട്ടുമ്പോൾ സാറിനൊരു എൻഗേജ്ഡായി എന്നെക്കൊണ്ടൊരു കാര്യം ഉണ്ടെന്നൊക്കെ തോന്നുന്നു. എനിക്കാണെങ്കിൽ തോന്നുന്നു. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ കൊടുത്തേക്കാം.